ഈ 2026 കേരള നിയമസഭയിൽ ബി ജെ പി എത്ര സീറ്റിൽ വരും എന്നുള്ളത് വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറം വേറൊരു ചോദ്യവും പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ എവിടെയായിരിക്കും മത്സരിക്കുക? എപ്പോഴും ശോഭാ സുരേന്ദ്രനെ ഈ പാർട്ടിക്ക് വലിയ വളക്കൂറില്ലാത്ത ഒരിടത്ത് കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് അവിടം വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിക്കൊടുക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയാണോ ശോഭാ സുരേന്ദ്രനെ? ആദ്യം ഇതിൻ്റെ അടിയിൽ വരാൻ പോകുന്ന 3 കമൻറ്റ് ഞാൻ പറഞ്ഞു. സ്ഥിരം എഴുതുകൊണ്ടിരിക്കുന്ന കമൻറ്റാണ്. ഒന്ന്, ഇവനൊരു ചുക്ക് അറിയില്ല. ഇവൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ LDF 12 സീറ്റ് കിട്ടിയില്ല. തിരുവനന്തപുരം BJP തോൽക്കുമെന്ന് തോന്നുന്നു. കോർപ്പറേഷൻ BJP ജയിച്ചു എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിലേ ഉള്ളൂ. എനിക്ക് പറയുന്ന എനിക്ക് കിട്ടുന്ന ഡാറ്റ വെച്ചുകൊണ്ടേ ഞാൻ പറയുള്ളൂ. അത് ചിലപ്പോൾ അതിനപ്പുറത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ ഡാറ്റേനെ മറികടക്കില്ല. അതെൻ്റെ കൺസിസ്റ്റൻസി. എനിക്ക് ചുക്ക് അറിയില്ല എന്നൊക്കെ അത് നാട്ടുകാരെ അറിയാമെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് കാര്യം ഞാൻ പറഞ്ഞ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വരെ ഏതാണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ അനുമാനങ്ങൾ 98% ശരിയായിരുന്നു. ലോക്സഭാ ഇലക്ഷനും ഈ പഞ്ചായത്ത് ഇലക്ഷനാണ് എന്നോട് ഇത് പാളിപ്പോയത്. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നുള്ളതല്ല. ഞാനിപ്പോൾ ഡാറ്റാ ബേസ്ഡല്ലാണ് ഞാൻ പറയില്ല. എനിക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും വിളിച്ചു തന്നു അങ്ങനെ കോൺഗ്രസ്സുകാർ പോലും കഴിഞ്ഞ നിയമസഭയിൽ പഞ്ചായത്ത് പ്രതീക്ഷയല്ല. പല സ്ഥലത്ത് അവർക്ക് നിർത്താൻ ആൾ പോലും. പക്ഷേ ജനവിധി അത്രയും എതിരായിരുന്നു. അപ്പോൾ അതാണ് അതിനുള്ളൊരു ഉത്തരം. പിന്നെ വേറെ BJPക്കാരുടെ കാര്യം അവർ നോക്കിക്കോളൂ. നിങ്ങളാരാ പറയും? അയ്യോ നമുക്കൊരു താല്പര്യമില്ല, നിങ്ങൾ നോക്കിക്കുക. പക്ഷേ ഞാനിവിടുത്തെ ഈ രാജ്യത്തെ ഒരു പൗരനാണ്. അപ്പോൾ BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആണെങ്കിൽ ആര് ജയിച്ചാലും ജയിച്ചു കഴിഞ്ഞിട്ട് MLA മാരും മന്ത്രിമാരും എടുക്കുന്ന തീരുമാനങ്ങൾ എന്നെയും കൂടി സ്വാധീനിക്കും. പ്രധാന SIR ആണെങ്കിലും പൗരത്വ ബില്ലാണെങ്കിലും എല്ലാം എന്നെയും കൂടി സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് പാർട്ടിയാണെങ്കിലും നമുക്ക് പുറത്തു നിന്ന് നമ്മുടെ ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾ BJPക്കാരാണെന്നാണ് പിന്നെ പിണറായി വിജയൻ വിമർശിക്കുന്നത്. അപ്പോൾ അതിൽ BJPൻ്റെ പൊതുവെയുള്ള ആളുകളെ വെച്ചിട്ട് അവരുടെ സാധ്യതകൾ നമ്മൾ വിലയിരുത്തുന്നതേ. അല്ലാതെ നമ്മൾ നിങ്ങളെ പാർട്ടിക്ക് അഭിപ്രായം പറയാൻ നമ്മളാരും നമുക്ക് താല്പര്യമില്ല. ഒരുപാട് ഓഫർ ഉണ്ടായിട്ട് ഇതൊന്നും സ്വീകരിക്കാതിരിക്കുകയാണ്. ഞാൻ ഏതാണ്ട് ഒരു 40 വയസ്സായതോടുകൂടി പൊളിറ്റിക്സ് പൂർണ്ണമായി വിട്ട ഒരാളാണ്. അതാണ് അതിൽ മാഷേ പറയാനുള്ളത്. അത് നിങ്ങളൊന്ന് ചോദ്യത്തേക്ക് ഇങ്ങനെ കുറേ കമൻറ്റ് സ്ഥിരം കോൺഗ്രസ്സുകാരിടുന്നതാണ്. കോൺഗ്രസ് ഞാനിപ്പോൾ LDF പിണറായിൻ്റെ നല്ല വരണം അടുത്ത കമൻറ്റാണ്. ഇവൻ കഴിഞ്ഞത് 12 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങനെയെന്നാണ് വരും. അത് സ്ഥിരം കോൺഗ്രസിൻ്റെ ഏതൊരു ഗ്രൂപ്പ് നിടുന്നതാണ്. അപ്പോൾ അതിൽ രണ്ടത് എനിക്ക് BJPക്കാരാണോ ഇവാഞ്ചലിസ്റ്റുകളാണോ ഇങ്ങനെ കമൻറ്റ്. BJPക്കാരും അവർ നോക്കിക്കോളും. നിങ്ങളത് അയ്യോ നമുക്ക് നോക്കാനില്ല, നമ്മളെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെ കൂടി ബാധിക്കുന്ന കാര്യമായിരുന്നു. ഇതൊന്നും പറഞ്ഞില്ല ഇവൻ വിചാരിക്കും നമ്മൾ പൊട്ടണമെന്ന് വിചാരിക്കും. അത് വിചാരിക്കുന്ന നമുക്ക് പ്രശ്നമല്ല. പക്ഷേ അത് പറഞ്ഞു പോകണം. അതാണ് നമ്മളെ രീതി. ഒന്നും ഇങ്ങോട്ട് ഇട്ട് രണ്ടാമങ്ങോട്ട് കൊടുത്താൽ ശീലമുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ശോഭാ സുരേന്ദ്രൻ എവിടെ നിന്നാലും ഇപ്പോൾ മലപ്പുറത്ത് കൊണ്ട് ചെറുത്തിയാൽ അവർ 10 വോട്ട് കൂട്ടും. അത് അവരുടെ ഇടപെടലിൻ്റെ കരിഷ്മ എന്നൊക്കെ പറയും. ഞാനത് കേട്ട എന്നോട് നമ്മുടെ ഇയാളില്ലേ, ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്ന CMP നേതാവില്ല CP ജോൺ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ ഈ വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളെ പ്രത്യേകിച്ച് അവരുടെ മുഖം നമ്മൾ രണ്ടായി പകുത്ത് കഴിഞ്ഞാൽ 2 ഭാഗം ഒരേപോലെ. നിങ്ങളുടെ മുഖം എൻ്റെ മുഖം അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ സിമെട്രിക്കലായി. ശോഭാ സുരേന്ദ്രൻ്റെ മുഖം സിമെട്രിക്കലാണ്. നരേന്ദ്രമോദിയുടെ മുഖം സിമെട്രിക്കലാണ്. പിണറായി വിജയൻ്റെ മുഖം സിമെട്രിക്കലാണ്. കരുണാകരൻ്റെ മുഖം സിമെട്രിക്കലാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുമെന്നാണ് എന്നോട് CP ജോൺ പറഞ്ഞു. മുഖം പകുത്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ സിമെട്രിക്കലായി. നമ്മളൊന്നും മുഖം അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾ വലിയ നേതാക്കന്മാരെ മിക്ക എടുത്ത് നോക്കും മുഖം സിമെട്രിക്കലായി. ലീഡർഷിപ്പ് അതൊരു ബയോളജിക്കൽ ഒരു സൈക്കോളജിക്കലായിരുന്നു. എന്നോട് ഇയാൾ പറഞ്ഞു, CP ജോൺ പറഞ്ഞു. ശോഭനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ CP ജോൺ എപ്പോഴും വരുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി. ശോഭാ സുരേന്ദ്രനെ പറ്റി CP പറഞ്ഞതാണ്. ഞങ്ങൾ പരസ്പരം അവരെ പറ്റി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് അവർക്ക് ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ലേഡിയാണ്. വൈ ഇപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പോയാൽ നിങ്ങൾ അങ്ങനെയല്ല വീരുള്ള രക്ഷയാണ്. പല മേഖലയിൽ വായനയുള്ളതാണ് CP ജോൺ. പിന്നെ രണ്ടാമതൊരു കാര്യം അവർ സംസാരിക്കുന്ന ഭാഷ പലപ്പോൾ എൻ്റെ പരിപാടികൾ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞാൽ എനിക്ക് വലിയ വിവരമൊന്നുമില്ല, നിങ്ങൾക്കറിയാലോ. പക്ഷേ ഞാൻ പറയുന്ന രീതിയുണ്ട്. ഒരു മലബാറിലെ വ്യത്യസ്തമായ സ്ലാങ്ങാണ്. മറ്റുള്ളവർ പറയുന്ന പോലെയല്ല, നിങ്ങൾ സംസാരിക്കുന്ന പോലെയല്ല. മലബാറിലെ ഒരു ബാലുശ്ശേരി പ്രദേശത്തെ ഒരു സ്ലാങ്ങാണ് എൻ്റെ എനിക്ക്. അതിൽ പുതുമയുണ്ട്. അപ്പം മാമുക്കോയ എൻ്റെ അല്ല ഹരീഷ് കണാരനൊക്കെ സംസാരിക്കുമ്പോൾ അവർ വരുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കും. എന്തുകൊണ്ടാണ് ഈ മലബാർ സാധനം വരുന്നതാണ്. അതാണ് എൻ്റെ ഒരു USP. എൻ്റെ ബേസിക് സാധനം അതാണ്. അതുപോലെ ഇവരുടെ കാര്യം ഇവർ വളരെ സാധാരണക്കാരുടെ ഭാഷ സംസാരിക്കും. ഇവർ ആധുനികോത്തര ഭാഷകൾ സംസാരിക്കും. വളരെ ഏത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്. ഇനി ഇവരൊരു കാര്യം വെച്ചാൽ ഇവർ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ഇവർ നമ്മളൊരാളായി നമുക്ക് ഫീൽ ചെയ്യും. ഇവരോട് സംസാരിക്കുമ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ അവർ ഏറ്റെടുക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യും.
പിന്നെ അവർ പലപ്പോഴും പല കാര്യങ്ങളും ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ പോസിറ്റീവ്സാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ജനങ്ങളെ അവർക്ക് സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ അവർക്ക് സുരേഷ് ഗോപിനെ വന്നാൽ ചില സമയം കയ്യിൽ നിന്ന് പോകും. അതർവൈസ് അവർ നല്ല നേതാവാണ്. പിന്നെ ഇപ്പം കുറച്ച് കാലമായിട്ട് അവർ വളരെ നിശബ്ദമാണ്. പിന്നെ അവർ പൊതുവെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ സാധാരണക്കാരുടെ വേണ്ടിയുള്ള മറ്റുള്ള രാഷ്ട്രീയക്കാർ കൈവെക്കാൻ മടിക്കുന്ന കാര്യങ്ങളാണ് അവർ കൈവച്ചിട്ടുള്ളത്. ഇപ്പം BJP തൽക്കാലം കൈവെക്കണം പറഞ്ഞുകൊണ്ടായിരിക്കും അവർ നിശബ്ദമായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർ കേരളത്തിൽ എവിടെയും മത്സരിപ്പിക്കാം. പക്ഷെ ഇപ്പോൾ അവർ ആലപ്പുഴയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കായംകുളം പറയുന്നുണ്ട്. കായംകുളം BJPക്ക് സ്വാധീനമുള്ള സീറ്റാണ്. തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് പറയുന്നുണ്ട്. തൃശ്ശൂർ അവരുടെ സ്വന്തം സ്ഥലമാണ്. സ്വന്തം സ്ഥലത്ത് മത്സരിക്കാണ്ടിരിക്കുന്നതൊക്കെ നല്ലത്. സ്വന്തം സ്ഥലം എപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാവും. ഇപ്പം മുരളീധരനൊക്കെ തൃശ്ശൂർ തോൽക്കുന്നുണ്ടോ? സ്വന്തം സ്ഥലത്ത് മത്സരിക്കാതിരിക്കുന്നതാണ് സ്വന്തം. നിങ്ങൾ എത്ര വലിയ ആളാണ്, സ്വന്തം സ്ഥലത്തുള്ള ആളുകൾക്ക് നിങ്ങൾ വലിയ ആളായിരിക്കില്ല. ഉണ്ണിമുകുന്ദൻ നരേന്ദ്രമോദിൻ്റെ കൂടെ പട്ടം നിർത്തി നടന്ന പോലെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം അതുകൊണ്ട് അവർ തൃശ്ശൂരിൻ്റെ പുറത്തൊരു സീറ്റ് മത്സരിക്കുന്നതായിരിക്കും. വട്ടിയൂർക്കാവും പറയുന്നുണ്ട്. വട്ടിയൂർക്കാവ് വലിയങ്ങോട്ട് എന്താ അവർക്ക് മറ്റേ കഴക്കൂട്ട. പക്ഷെ കഴക്കൂട്ട അവർക്ക് പറ്റില്ല. മുരളീധരൻ അവിടെ മത്സരിച്ചു. അല്ല, മുരളീധരൻ അവിടെ ഉണ്ടല്ലോ. 2021 മുരളീധരനെ മത്സരിപ്പിക്കാതെ അവരെ മത്സരിപ്പിച്ചാൽ അത് പിന്നെ അവർക്ക് കിട്ടാവുന്ന വോട്ടുകൾ കളയും. പക്ഷേ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചു. അല്ല, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്ക് സ്വാധീനമുള്ള ഏതാ മണ്ഡലത്തിൽ അവരെ മത്സരിപ്പിക്കാം. പിന്നെ അവർ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സുരേഷ് ഗോപി എനിക്കൊരു മാതൃകയാണ്. ഞാൻ ഈ തൃശ്ശൂർ വിട്ട് എവിടെയും പോയില്ല. അതായത് തൃശ്ശൂരല്ല, ആലപ്പുഴ വിട്ട് പോയില്ല. ആലപ്പുഴയിൽ മത്സരിക്കും. ആലപ്പുഴ പല സ്ഥലത്തും ഇവർക്ക് നല്ല സ്വാധീനമുള്ളതാണ്. 1 ലക്ഷം വോട്ട് പിടിച്ചില്ലേ? അല്ല, ആലപ്പുഴ പലയിടത്തും BDJS നല്ല വോട്ട് പിടിച്ചിരുന്നു. അരൂർ ഉൾപ്പെടെ. അരൂർ ഇപ്പം അടുത്തവണ ആരിഫ് എന്നല്ല, ചിലപ്പോൾ അരൂർ LDF തോൽക്കും. ആരിഫാണ് തോൽപ്പിക്കാൻ പാടാ. ആരിഫിന് വേറൊരു കോമ്പിനേഷൻ NSS കിട്ടും, SNDP കിട്ടും, മുസ്ലിം വോട്ട് കിട്ടും, പിള്ളേരെ വോട്ട് കിട്ടും. ആരിഫിന് ഒരു കോമ്പിനേഷൻ ഉണ്ട്. ആരിഫിന് കഴിഞ്ഞാണോ മറ്റേ ആ ലേഡി ജയിച്ചു നോക്കണം. അത് കോവിഡ് തരംഗം പിണറായി തരംഗം കൊണ്ട് ജയിച്ചു വെക്കാം. ശോഭാ സുരേന്ദ്രനെ ഒരു മണ്ഡലത്തിൽ നിർത്തി ആ മണ്ഡലത്തിൽ നല്ല രീതിയിൽ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ ആ മണ്ഡലത്തിൽ നിർത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ആറ്റിങ്ങൽ പിന്നീട് നിർത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിജയം കണ്ടെത്തിയാൽ. BJP വിജയങ്ങൾ ആവശ്യമില്ലല്ലോ കേരളത്തിൽ. ഇലക്ഷൻ നടത്തിയാൽ മതിയല്ലോ. BJP വിജയിക്കണമെന്ന് ഒരു താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ അതാത് മണ്ഡലത്തിൽ നിർത്തണം. എന്നിട്ട് അവർക്ക് അവിടെ അങ്ങനെയാണ് നരേന്ദ്രമോദി അങ്ങനെ പിന്നെ ഗുജറാത്ത് ചെയ്തത്. ഇവരെല്ലാത്തിനും മോഡിനെ പിന്തുടരുന്ന ആളുകളാണല്ലോ. മോഡി പറഞ്ഞ പോലെ ഒരു ഒറ്റ ഇലക്ഷൻ നടത്തിയില്ല. അത് സുരേഷ് ഗോപി തൃശ്ശൂർ കണ്ടിന്യൂസ്. ബാക്കി ഇവർക്ക് തോന്നിയ പോലെ അല്ലേ. ഇനി രാജീവുള്ളപ്പോൾ അങ്ങനെ എനിക്കറിയില്ല. അതുകൊണ്ടാണ്. പിന്നെ എല്ലാവർക്കും ഞാൻ ആദ്യത്തെ MLA ആവണമെന്ന് ആഗ്രഹമുണ്ട്. രാജേട്ടന് ശേഷം ആദ്യത്തെ MLA ഞാനാവണമെന്ന് എല്ലാവരുടെ ആഗ്രഹം. അവർ പരസ്പരം ഭരിക്കുന്നുണ്ടോ? പക്ഷേ ചില BJPക്കാരൊന്നും പറഞ്ഞ കഥകൾ നിങ്ങളോട് പറയുന്നില്ല. കുമ്മൻ എങ്ങനെ തോറ്റു, രാജീവ് എങ്ങനെ തോറ്റു. വെറുതെ നമ്മളെന്തിനാണ് അവരെ പരസ്പരം വേണ്ട. അവരെന്തെങ്കിലും ആവട്ടെ, അവരെ പാർട്ടി അവരെന്തെങ്കിലും ആവട്ടെ. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ നമുക്കൊരു വീഡിയോ പരമ്പര ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രഗത്ഭന്മാർ ഇവർക്ക് CPM-ലൊക്കെ ഈ കോൺഗ്രസ് വിഭാഗീയത തുടങ്ങി ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷമാണ്. ഇവരതല്ല, ഇവർ കാല് വെക്കുന്നതിനും ഇരിക്കാൻ തുടങ്ങിയിരിക്കും. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ നിയമസഭയിൽ വരില്ല, മണ്ഡലങ്ങളിൽ മത്സരിച്ച് പോവുകയായിരിക്കും ചെയ്യുന്നത്. അല്ല, അവർ ചിലപ്പോൾ അവർ ജയിക്കും. ആലപ്പുഴ എവിടെയെങ്കിലും കൊള്ളാവുന്ന മണ്ഡലത്തിൽ നിർത്തിയാൽ ചിലപ്പോൾ അവർ ജയിക്കും. അപ്പോൾ ആളുകളെ കൊള്ളാവുന്ന ആൾ പിണറായിക്ക് എന്തുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്യുന്നു? എന്തൊക്കെ പറഞ്ഞാലും ഭരണം കുഴപ്പമില്ലാതെ പോകുന്നു. നരേന്ദ്രമോദി എന്തുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടം? ആൾ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്താഗതി ഞങ്ങൾക്ക് വന്ന സ്ഥിതിക്ക് കൊള്ളാവുന്ന പ്രാപ്തയായ ഒരു ലീഡർ, നേതാവ് നിയമസഭയിൽ വരേണ്ട ഒരാൾ എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ അവർക്ക് പറ്റി. ഇപ്പം എനിക്ക് ശോഭാ സുരേന്ദ്രൻ അറിയില്ല. ഞാൻ ഒരിക്കലും കൈരളി അവരെ ചർച്ച ചെയ്യും. ഞങ്ങളത് മരണടിയായിരുന്നു. അപ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവും. അതിനുശേഷം അവരെന്നോട് ചോദിച്ചു, മോൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ റിസർച്ച് ചെയ്യുന്നു. അങ്ങനെ സുഖമായല്ലോ, ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആളാണ് അവർ. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് അവരിഷ്ടമാണ്. അന്ന് എനിക്ക് അവരെ കണ്ടുകൂടായിരുന്നു. അതുപോലെ മോനെന്ന് വിളിച്ചോണ്ടെന്നല്ല, അതിനൊക്കെ ശേഷം അവരുടെ പ്രവർത്തനം വെച്ച് നോക്കുന്നത് അവർ എന്തോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു ഫീൽ തരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.